നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു, ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു. യഹൂദ മര്യാദ പ്രകാരം ഒരുത്തൻ അടിമയായാൽ അടിമയെ വിലയ്ക്ക് വാങ്ങുകയോ വാങ്ങിയ അടിമയുടെ തലമുറകളായി വീട്ടിൽ അടിമ ജനിക്കുകയോ ചെയ്താൽ ആ അടിമകളെ എല്ലാം പുലർത്തേണ്ട ചുമതല വിലയ്ക്ക് വാങ്ങിയ യജമാനുള്ളതാണ്. എന്നാൽ വിലയ്ക്ക് വാങ്ങുമ്പോൾ ഒരു വ്യവസ്ഥയുണ്ട്, ഇത്ര വർഷം നീ എന്നെ സേവിക്കണം. ആ സമയം കഴിയുമ്പോൾ അവരുടെ യോവേൽ സംവത്സരത്തോടുള്ള ബന്ധത്തിൽ അതുവരെ അടിമയായി നിർത്തിയ ആളിനെ സ്വതന്ത്രനായി വിട്ടയക്കണം. നിനക്ക് പോകാം, സ്വതന്ത്രമായി പോകാം എന്ന് പറഞ്ഞവനെ വിട്ടയക്കണം. അങ്ങനെ വിട്ടയക്കുമ്പോൾ യജമാനനെ യഥാർത്ഥമായി ഭക്തിയോടെ സേവിക്കുകയും യജമാനൻ്റെ നന്മ അനുഭവിക്കുകയും ചെയ്ത ചില അടിമകൾ പറയും, ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് പോകത്തില്ല, എനിക്ക് നിന്നെ കൂടാതെയുള്ളൊരു സ്വാതന്ത്ര്യം വേണ്ട, അതുകൊണ്ട് നിൻ്റെ കൂടെ പാർത്ത് നിന്നെ സേവിക്കാനുള്ള അനുവാദം എനിക്ക് തരണം. അങ്ങനെ അവൻ പറയുമ്പോൾ അവനെ വീടിൻ്റെ കട്ടളയോട് ചേർത്ത് നിർത്തിയിട്ട് അവൻ്റെ കാത് കട്ടളയോട് ചേർത്ത് ഒരാണി കൊണ്ടടിക്കും. അങ്ങനെ അവൻ്റെ കാതിന് ഒരു തുള വീഴും. കാതിന് തുളയുള്ള അടിമയെ കണ്ടാൽ ഓർത്തോണം, അവൻ നിത്യം അടിമയാണ്. നിർബന്ധിച്ചാക്കിയതല്ല, അവൻ സ്വയമായി അടിമയായി തീർന്നതാണ്. അവൻ്റെ യജമാനൻ്റെ സ്നേഹവും കരുതലും അവൻ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ആ വീട് വിട്ടു പോകുവാൻ, ആ യജമാനെ വിട്ടു പോകുവാൻ അവനൊട്ടും മനസ്സില്ലാതിരിക്കുമ്പോൾ അവനെ ആ വീടിൻ്റെ നിത്യ അടിമയായി കതകോട് ചേർത്ത് കട്ടളയോട് ചേർത്ത് കാതുകുത്തും. ആ ഒഴുകുന്ന രക്തം അവൻ്റെ കാലിൻ്റെ പെരുവിരലിലും അവൻ്റെ കൈയുടെ പെരുവിരലിലും പുരട്ടി അവനെ ആ ഉടമസ്ഥൻ അനുഗ്രഹിക്കും. ഇവിടെ ദാവീദ് പറയുകയാണ്, ഖനനയാഗവും ഭോജനയാഗവും നീ ചോദിച്ചില്ല, ഇച്ഛിച്ചില്ല. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം 5 യാഗങ്ങളെക്കുറിച്ച് ചിന്തിച്ചതാണ്. അതിൽ പാപയാഗവും അകൃത്യയാഗവും സൗരഭ്യം ചേർക്കാത്ത 2 യാഗങ്ങളാണ്. കുന്തിരിക്കം കൂടെ ചേർത്തുള്ള യാഗമായതുകൊണ്ട് ആ യാഗങ്ങൾക്ക് സൗരഭ്യമുണ്ട്. എന്നാൽ പാപയാഗത്തിനും അകൃത്യയാഗത്തിനും സൗരഭ്യമില്ല. കാരണം അത് ക്രൂശിൽ കിടന്നുകൊണ്ട് പച്ചമാംസം നട്ടുച്ച നേരത്ത് കരിഞ്ഞ യാഗപീഠത്തിൽ കയറിയ കുഞ്ഞാടിൻ്റെ യാഗമരണത്തെ ഓർപ്പിക്കുന്ന യാഗങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. യേശു പറയുകയാണ്, നിന്റെ ദാസനായി ഉലകത്തിൽ വന്ന് നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എൻ്റെ കാതുകളെ നീ തുളച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളുകളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്തിനാണ് വരുന്നത്? എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ഏറ്റവും പ്രിയപ്പെടുന്നു. ദൈവ ഇഷ്ടം ചെയ്യുവാൻ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം പഠിക്കാൻ കഴിയും. പ്രാർത്ഥനയോടെ അല്പനിമിഷങ്ങൾ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഓരോ വചന ശുശ്രൂഷയും നമ്മുടെ അകത്തെ ആത്മീക മനുഷ്യനെ പുഷ്ടിപ്പെടുത്തുന്നതാണ്. ഇന്ന് പകലും ദൈവാത്മാവിൻ്റെ വചനത്തിലുള്ള ഇടപെടൽ നമ്മളെ ഒന്നുകൂടെ ദൈവ ഇഷ്ടം ചെയ്യേണ്ടതിനായി ഒരുക്കുവാൻ. എത്ര പേര് രാവിലെ പ്രാർത്ഥിക്കും, കർത്താവേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ഏറ്റവും പ്രിയപ്പെടും. എന്താണ് ദൈവ ഇഷ്ടം? നമുക്ക് ചില വാക്യങ്ങൾ ഓടിച്ച് വായിച്ച് പ്രാർത്ഥിക്കും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ വാക്യം.
യേശു കർത്താവ് പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നത് എൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ടല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ടാണ്. ഒരു ജീവൻ ഈ ഭൂമിയിൽ ജനിക്കുന്നത് 9 മാസം മുമ്പേ ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്കറിയാം, അപ്പനറിയാം. പക്ഷേ ഒരു ജീവൻ പോകുന്നത് 9 സെക്കൻഡ് മുമ്പ് പോലും നമുക്കറിയത്തില്ല. എന്നോട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒരു ജീവൻ ഭൂമിയിലേക്ക് ജനിക്കാൻ പോകുന്നത് 9 മാസം മുമ്പേ അമ്മയ്ക്കും അപ്പനും നാട്ടുകാർക്കും ഒക്കെ അറിയാം. പക്ഷെ ആ ജീവൻ നമ്മെ വിട്ടു പോകുന്നത് 9 സെക്കൻഡ് മുമ്പ് പോലും നമുക്ക് അറിയാനായിട്ട് കഴിയത്തില്ല. ഈ പണവും സ്വത്തുമൊക്കെ കുറയുമ്പോൾ നമ്മളൊക്കെ വല്ലാതെ അങ്ങ് വിഷമിക്കാറുണ്ട്. പക്ഷേ ആയുസ്സിൽ നിന്ന് 1 വർഷം പോകുമ്പോൾ നമ്മൾ കേക്കൊക്കെ മുറിച്ച് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ അറിഞ്ഞില്ല നമ്മുടെ ആയുസ്സിൽ നിന്ന് 1 വർഷം കൂടെ പോകുകയാണ്. അതറിയാതാണ് നമ്മൾ ഭയങ്കര സെലിബ്രേഷനൊക്കെ ബലൂണൊക്കെ വീർപ്പിച്ച് കെട്ടി ഭയങ്കര കേക്കൊക്കെ മുറിച്ച് പരിപാടി നടത്തുന്നത് നമ്മുടെ ആയുസ്സിൽ നിന്ന് 1 വർഷം കൂടെ പോകുകയാണെന്ന് ഓർക്കാതാണ്. എത്ര കാശുണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. വിധിയുടെ കണക്കെടുപ്പ് എടുക്കുമ്പോൾ നമുക്ക് ആകെ ലഭിക്കുന്നത് 6 അടി മണ്ണാണ്. ഇപ്പോൾ അതുമില്ല. ഇപ്പോൾ 1 6 അടിക്കകത്ത് പരരെ കൊണ്ട് തള്ളിയിടുക. അപ്പം നമുക്ക് ആകെ ലഭിക്കുന്നത് 6 അടി മണ്ണാണ്. അപ്പോൾ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ച യേശു പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നത് എൻ്റെ എന്തെങ്കിലും സ്ഥാപിതമായ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ വേണ്ടിയല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത 39 40 കൂടെ വായിച്ചാട്ട്. നോക്കിയേ, പുത്രൻ പറയുകയാണ്, എൻ്റെ വരവിൻ്റെ ലക്ഷ്യം അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുകയാണ്. എന്താണ് അയച്ചവൻ്റെ ഇഷ്ടം? എന്താണ് അയച്ചവൻ്റെ ഇഷ്ടം? വായിച്ചേ. അവൻ എനിക്ക് തന്നതിലൊന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ ലോകത്തിലേക്ക് അയച്ചതിൻ്റെ പിൻപിലെ ദൈവ ഇഷ്ടം പുത്രനിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കണം. ഇപ്പം ഈ മെസ്സേജൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ശക്തിയോടെ ബലപ്പെടേണ്ടത്, എനിക്കൊരു ഉയർപ്പുണ്ട്. ഇവിടെ 6 അടി മണ്ണേ കിട്ടിയുള്ളെങ്കിലും ആ മണ്ണിന് എന്നെ ഒതുക്കി വെക്കാൻ കഴിയാതെ ആ കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസം എനിക്കുണ്ട്. അതിനുള്ള യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി മാറുക. ഹല്ലേലൂയ. ഇന്ന് രാവിലെ എത്ര പേര് കൊതിക്കുന്നുണ്ട്, ശേഷിക്കുന്ന കാലം ദൈവ ഇഷ്ടം ചെയ്ത് ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരൊക്കെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഭൗതിക ആകാരത്തെക്കാൾ യേശു ഇഷ്ടപ്പെട്ടത് പിതാവിൻ്റെ ഇഷ്ടമാണ്. യോഹന്നാൻ 4:34 വായിക്കുമ്പോൾ ശമരിയാക്കാരി സ്ത്രീയുമായിട്ടുള്ള സംഭാഷണം കഴിഞ്ഞിട്ടൊന്ന് വായിച്ചാട്ട്. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയി ആഹാരം കൊള്ള. ശിഷ്യന്മാരടുത്തുള്ള ഊരുകളിൽ ആഹാരം കൊള്ളാനായി പോയി വരുമ്പോൾ ദാഹിച്ച് സുഖാർ എന്ന പട്ടണത്തിൽ യാക്കോബ് യോസപ്പിന് കൊടുത്ത കിണറിൻ്റെ കരയിൽ യേശു ഇരിക്കുമ്പോൾ നട്ടുച്ച നേരത്ത് ഒരു ശമരിയാക്കാരി സ്ത്രീ വെള്ളം കോരുവാനായിട്ട് വരികയാണ്. നമുക്ക് ചരിത്രം അറിയാം. വെള്ളം കോരിയുമില്ല, യേശു കുടിച്ചുമില്ല, അവൾ വെള്ളം കൊണ്ടുപോയുമില്ല. പക്ഷേ ശിഷ്യന്മാർ ആഹാരമൊക്കെ ആയിട്ട് വന്നപ്പോൾ യേശു പറഞ്ഞു, എനിക്ക് ആഹാരം വേണ്ട, ഞാൻ കഴിച്ച് നല്ല തൃപ്തനായിരിക്കുകയാണ്. നിങ്ങൾ അറിയാത്ത ആഹാരം ഞാൻ ഒരല്ലേലൂയ പറഞ്ഞേ. അപ്പൊ യേശു ഈ ലോകത്തിലെ ഏതെങ്കിലും ഭൗതികമായ ആഹാരത്തെക്കാൾ ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും നിലയിൽ ഒരാത്മാവിൻ്റെ നിത്യതയ്ക്ക് വേണ്ടി
അവനെ രക്ഷയിലേക്ക് നടത്തുകയാണ്. ശമരിയ പട്ടണമെന്ന് പറയുന്നത് ദൈവത്തെ അറിയാത്ത സമ്മിശ്ര ജാതികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പട്ടണം. യഹൂദനാണോ? അതല്ല. ശമര്യനാണോ? അതുമല്ല. ശമരിയക്കാരുടെ ഇടയിൽ നിന്നും യഹൂദന്മാരുടെ ഇടയിൽ നിന്നും അന്യോന്യം ഇണയില്ലാപ്പിണ ചേർന്നുണ്ടായ ഒരു സമ്മിശ്ര ജാതി. യഹൂദൻ വെറുക്കുന്ന ജാതി. യഹൂദൻ ആ വഴിയെ പോകാറില്ല. യഹൂദൻ ആ റോട്ടിൽ കൂടെ സഞ്ചരിക്കത്തില്ല. അവൻ യഹൂദയിൽ നിന്ന് ഗലീലയിൽ വരണമെങ്കിൽ, ഗലീലയിൽ നിന്ന് യഹൂദയിൽ പോകണമെങ്കിൽ അവൻ ആശ്രയിക്കുന്നത് ഗലീല കടലിനെയാണ്. ആ കടൽ വഴിയേ അവൻ പോകത്തുള്ളൂ, അല്ലാതെ ഈ വഴിയേ വരത്തില്ല. എന്നാൽ യേശു ശമരിയിലൂടെ പോകേണ്ടി വന്നു. ഒരു സ്വത്രം പറയണം. എല്ലാവരും വെറുക്കുന്നിടത്തൂടെ പോകാൻ മടിക്കാത്ത ഒരു നല്ല കർത്താവ് ഇന്ന് പകൽക്കാലമുണ്ട്. സമൂഹം നിന്നെ അംഗീകരിക്കത്തില്ലായിരിക്കും, കുടുംബക്കാർ നിന്നെ മതം നിന്നെ അംഗീകരിക്കുന്നില്ലായിരിക്കും, ജാതി നിന്നെ അംഗീകരിക്കുന്നില്ലായിരിക്കും, പക്ഷേ യേശു നിന്നെ അംഗീകരിക്കുന്നുണ്ട്. യേശു ശമരിയിലൂടെ കടന്നു വരേണ്ടി വന്നു. ഹല്ലേലൂയ. ഈ കറക്റ്റ് ആളിനെയാണ് ദൈവം യേശുവിനൊക്കെ കൊണ്ടുവന്നത്. ആരെ വിളിച്ചാൽ പട്ടണം വിടുവിക്കപ്പെടുമെന്ന് യേശുവിനറിയാം. പ്രൈസ് ദി ലോർഡ്. അന്ത്രയോസ് വിചാരിച്ചാൽ പത്രോസും പീലിപ്പോസും നഥനയേലും ഒക്കെ യേശുവിൻ്റെ അടുക്ക വരുമെന്ന് യേശുവിന് അറിയാവുന്നതുകൊണ്ട് കർത്താവ് അന്ത്രയോസിനെ കൂടെ കൂട്ടി. ശമരിയക്കാരി സ്ത്രീ ലോകപ്രകാരം യേശുവിൻ്റെ അടുക്കൽ വരാനുള്ള യാതൊരു, അതുകൊണ്ടാണ് അവൾ നട്ടുച്ചയ്ക്ക് വെള്ളം കോരാൻ വന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ഞാൻ പറയാം. ഏദനി വന്നത് വെയിലാറിയപ്പോഴാണ്. അബ്രഹാമിൻ്റെ വീട്ടിൽ വന്ന സൂര്യൻ ഉദിച്ചപ്പോഴാണ്. ശമരിയക്കാരുടെ അടുക്ക വന്നത് നട്ടുച്ച നേരത്താണ്. എന്നെ എമ്മോസിലേക്ക് പോയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ ജീവിതത്തിൻ്റെ ഏത് സമയത്തും ആഗ്രഹിക്കുന്നവൻ്റെ അടുക്കൽ വരുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഏദനിൽ വെയിൽ ആറിയപ്പോഴാണ് വന്നതെങ്കിൽ അബ്രഹാമിൻ്റെ വീട്ടിൽ വന്ന വെയിൽ ഉദിച്ചപ്പോഴാണ്. നിന്റെ ജീവിതത്തിൽ സൂര്യൻ ഉദിക്കുമ്പോഴും സൂര്യൻ അസ്തമിക്കുമ്പോഴും നിന്നെ തേടി വരുന്ന, നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വരുന്ന, നിന്റെ കരുതൽ അനുഭവിക്കാൻ വരുന്ന, നിന്റെ ആതിഥ്യം അനുഭവിക്കാൻ വരുന്ന ഒരു നല്ല ദൈവത്തെയാണ് നീ ഇന്ന് പകൽക്കാലം സേവിക്കുന്ന. ഉറപ്പുള്ളവരുണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. അത് നിന്റെ വീടിൻ്റെ വലിപ്പം നോക്കിയല്ല, നീ ഏത് വ്യക്തിയാണെങ്കിലും കാത്തിരിക്കുന്നവന് വേണ്ടി ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. ശമരിയക്കാരി സംഭാഷണം ആരംഭിക്കുകയാണ്. യേശു സംഭാഷണം ആരംഭിക്കുകയാണ്. വളരെ ഷോർട്ടായ ഒരു സംഭാഷണം. എനിക്ക് തോന്നുന്നു ഒരു സ്ത്രീയോട് ഇത്രയേറെ ദൈവം സംസാരിച്ച വേറൊരു ഭാഗം വേദപുസ്തകത്തിലേ ഇല്ല. അത്രയേറെ സമയം ഒരു സ്ത്രീയോട് സംസാരിക്കും. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എല്ലാം കഴിഞ്ഞപ്പോൾ അവൾ ഓടി പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് പറഞ്ഞു, ഞാൻ മശികയെ കണ്ടെത്തിയിരിക്കുന്നു. ഒരല്ലേലിയ പറയണം. നമ്മൾ 30 വർഷമായിട്ടും പലരും മശികയെ കണ്ടെത്തിയിട്ടില്ല. പക്ഷെ ഇന്ന് പകൽ പ്രിയമുള്ളവരെ, മശികയെ കണ്ടെത്തിയെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? യേശുവിനെ കണ്ട ഒത്തിരി പേരുണ്ട്. യേശു ക്രിസ്തുവിനെ കണ്ട ഒത്തിരി പേരുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യഥാർത്ഥ അഭിഷക്തനായ യേശുവിനെ, യഥാർത്ഥ മശികയെ യേശു തൻ്റെ പേരുകൾ വെളിപ്പെടുത്തുമ്പോൾ വെളിച്ചമാന്നും ജീവനാന്നും വഴിയാന്നും പുനരുത്ഥാനമാന്നും ഒക്കെ പറഞ്ഞ് യേശു പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിക. ഒരല്ലേലൂയ പറയണം. നിന്റെ വെളിപ്പാടുകളുടെ തലമൊന്ന് ഉയർന്നു വന്നാൽ ഇന്ന് പകൽക്കാലം നിനക്ക് മശികയെ കാണാൻ കഴിയും. എത്ര പേര് കൊതിക്കുന്നുണ്ട്, ഇന്നലകൾക്കപ്പുറത്താ ഇന്ന് പകൽ എനിക്ക് എൻ്റെ മശികയെ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ. മശികയെ കണ്ടപ്പോൾ ദാഹം പോയി. മശികയെ കണ്ടപ്പോൾ അവളുടെ ജീവിതത്തിൻ്റെ 5 ഭർത്താക്കന്മാരുണ്ടെന്നുള്ള അപമാനം പോയി. അവളുടെ പാപഭാരം പോയി. അവൾ പട്ടണത്തിലേക്ക് ഓടി.
പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, ഞാൻ മശികയെ കണ്ടു. പട്ടണം മുഴുവൻ എവിടെ വന്നു? അന്ത്രയോസ് നോക്കിയിട്ട് ഒരു പത്രോസേ വന്നുള്ളൂ. പക്ഷെ ശമരിയക്കാർ നോക്കിയപ്പോൾ ഒരു പട്ടണം വന്നു. ഇന്ന് പകൽക്കാലം നിന്നിലൂടെ പട്ടണങ്ങളെ ഇളക്കാൻ, നിന്നിലൂടെ ഗ്രാമങ്ങളെ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവകൃപ നിന്റെ മേലുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരിന്ന് രാവിലെ കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ച് നിന്നെ ഉപയോഗിക്കാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട്. നമുക്കറിയാം മത്തായി 26:39, മർക്കോസ് 14:36, ലൂക്കോസ് 22:44 ഒക്കെ വായിക്കുമ്പോൾ അവിടെ എല്ലാം ഒറ്റ വാക്യം എഴുതിയിരിക്കുന്നു. ഒറ്റ വാക്യം എന്താണത്? 26:39. പ്രൈസ് ദി ലോർഡ്. ദൈവ ഇഷ്ടത്തിനായി സ്വയമേ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ്. എൻ്റെ കൂടെ നിങ്ങളൊന്ന് വരണം സ്നേഹത്തോട്. ഒന്നുകൂടെ ഞാൻ ആ പദം പറയുന്നു. പിതാവിൻ്റെ ഇഷ്ടമെന്തോ അത് കൈപ്പേറിയ പാനപാത്രം കുടിക്കാനാണെങ്കിൽ, മനുഷ്യന്റെ പാപഭാരം വഹിക്കാനാണെങ്കിൽ, പച്ച പൈൻമരക്കുരിശ് ചുമക്കാനാണെങ്കിൽ, അപമാനത്തിന്റെ കാർക്കിച്ച് തുപ്പലുകൾ ഏക്കാനാണെങ്കിൽ, രോമകൂപം മുഖത്തുനിന്ന് പിഴുതു പറിക്കാനാണെങ്കിൽ, തലകുലുക്കി അപമാനിക്കുന്നത് ഏക്കാനാണെങ്കിൽ, കാരിരും പാണികളാൽ തറയ്ക്കപ്പെടാനാണെങ്കിൽ, പിതാവേ നിന്റെ ഇഷ്ടമെന്തോ. ഇന്ന് രാവിലെ എത്ര പേര് ജീവിതത്തിന്റെ യാത്രയിൽ ദൈവ ഇഷ്ടത്തിനായി തങ്ങളെ സമർപ്പിക്കും? ദൈവ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആക്ട്സ് 22:40 ഇല്ലേ? പൗലോസ് ദൈവാത്മ നിയോഗിതനായി പറയുകയാണ്, എന്നെ ദൈവം ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വച്ച് തെരഞ്ഞെടുത്തതിന്റെ പിൻപിലെ ദൈവിക പ്ലാൻ എന്താണ്? ഒന്നുകൂടെ വാക്യം വായിച്ചേ. നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ദൈവത്തിന്റെ ഇഷ്ടമറിവാനും നീതിമാനായ യേശുവിനെ കാണുവാനും അവന്റെ വായിൽ നിന്ന് വചനങ്ങളെ കേൾപ്പാനും നിയമിച്ചിരിക്കുന്ന. അടുത്ത വാക്യം, നീ കാണുകയും കേൾക്കുകയും ചെയ്തത് സകല മനുഷ്യർക്കും നീ അവന്റെ സാക്ഷിയായി തീരും. വായിച്ചോ. സാക്ഷ്യം പറയുകയാണ്. എന്നെ ദൈവം വിളിച്ചത് ദൈവത്തിൻ്റെ ഇഷ്ടം അറിവാനാണ്. ഇന്ന് രാവിലെ ദൈവ ഇഷ്ടം അറിയാൻ കൊതിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഓരോ ഇഷ്ടങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അത് പ്രാർത്ഥിക്കുന്നവന് മാത്രമേ വെളിപ്പെട്ട് വരത്തുള്ളൂ. ഇങ്ങനെ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കൂടി വന്ന് പ്രാർത്ഥിച്ച് മടങ്ങാനല്ല എല്ലാവരെ കുറിച്ചുള്ള ദൈവിക പ്ലാൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ രാവിലെ എത്ര പേര് കൊതിക്കുന്നുണ്ട്, കർത്താവേ കാലം അതിവേഗം ഓടുന്നു, വരവേറ്റവും അടുത്തു, എൻ്റെ ആയുസ് അവസാനിച്ചുകൊണ്ടിരിക്കുന്നു, അവസാനിക്കും മുമ്പേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നെന്ന് പറയാൻ സ്വയമായി സമർപ്പിക്കപ്പെടുന്ന എത്ര പേരുണ്ട്? 3-4 കാര്യങ്ങൾ ഓടിച്ചോർക്കാം. എന്താണ് ദൈവത്തിന് ഇഷ്ടം? 1 തെസ്സലോനിക്യ ലേഖനം 4-ാം അധ്യായം 3 മുതൽ. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും ആദ്യത്തെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ.
നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. എങ്ങനെ ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയും? നാം സ്വയമായിട്ട് ചെയ്യുന്ന നീതിപ്രവർത്തികൾ കൊണ്ടോ ദാനധർമ്മങ്ങൾ കൊണ്ടോ ഒന്നും നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കാൻ. പിന്നെ എങ്ങനെ ശുദ്ധീകരണം പ്രാപിക്കുന്നത്? നമ്മുടെ നീതിപ്രവർത്തികളെല്ലാം കറ പിടിച്ച അങ്കി പോലെയാണ്. ശുദ്ധീകരണം എങ്ങനെയാണ്? യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ഈ രാവിലെ ശുദ്ധീകരിക്കുന്നത് പാർശ്വല്ല, ശുദ്ധീകരിക്കുന്നത് യേശുവിൻ്റെ രക്തമാണ്. 2, യേശു പറഞ്ഞു, നിങ്ങളിപ്പോൾ എൻ്റെ വചനം കേട്ടിരിക്കുകയാൽ ഈ വചനത്താൽ നിങ്ങൾ ശുദ്ധീകരണം പ്രാപിച്ചിരിക്കുന്നു. 1, രക്തത്താലുള്ള കഴുകലിനാൽ ശുദ്ധീകരണം പ്രാപിക്കുന്നു. 2, മാറ്റമില്ലാതെ സ്വർഗത്തിലും ഭൂമിയിലും എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്താൽ നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കുന്നു. ഓരോ ദിവസവും ദൂതുകൾ കേൾക്കുമ്പോൾ ഓർത്തോണം, ഈ വചനം കൊണ്ട് തന്നെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആലേ ഭക്തൻ ചോദിച്ചു, കുളിച്ചോ നീ കുഞ്ഞാട്ടിൻ രക്തത്തിൽ? ഹിമം പോൽ നിഷ്കളങ്കമോ നിന്റെ ജീവിതം? ഇന്ന് രാവിലെ ഒരു ശുദ്ധീകരണം നടക്കണമെങ്കിൽ കഴുകൽ നടന്നുകൊണ്ടിരിക്കണം. അത് ചെയ്യാൻ മറ്റാർക്കും കഴിയത്തില്ല. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പുണ്യാക രക്തത്തിന് മാത്രമേ നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ 1, ശുദ്ധീകരണം പ്രാപിക്കുക, ദൈവ ഇഷ്ടം. 2, പത്രോസിന്റെ ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം ചില കഷ്ടം സഹിക്കണം. ഇവിടെ നോക്കിക്കേ, നമുക്കൊരു ചെറിയ കഷ്ടം വരുമ്പോൾ തന്നെ നമുക്ക് ആകെ പ്രശ്നങ്ങളാണ്. നമ്മുടെ പാട്ട് പോകും, ആരാധന പോകും, കൂട്ടായ്മ പോകും, കയ്യടി പോകും. പക്ഷേ ചില ജീവിതങ്ങളിലെ കഷ്ടങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. അത് സാധു പാടിയായിരുന്നു. കഷ്ടതകൾ ദൈവമേയൻ അവകാശം തന്നെയല്ലോ, കഷ്ടതകൾ ദൈവമേയൻ. കഷ്ടതകൾ ദൈവമക്കൾക്ക് ദൈവം തരുന്ന അവകാശമാണ്. എന്തിനു വേണ്ടി? ആ വാക്യം വായിച്ചേ. ഹല്ലേലൂയ. നന്മ ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ ദൈവശിലത് ഏറ്റവും വിലയുള്ളതാണ്. വിവരിക്കുന്നില്ല. 4:7 വായിച്ചേ. ഒന്ന് പത്രോസ് 4:7 ആണോ? ഒന്നുകൂടെ വായിച്ചേ. എല്ലാറ്റിൻ്റെയും അവസാനം വന്നിരിക്കുകയാൽ ആകയാൽ ദൈവമക്കൾ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായി നിർമ്മതരായിരിപ്പീൻ. നമ്മളുടെ നിർമ്മത ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്രോസിന്റെ തന്നെ 2:15 വായിച്ചേ. 2:15. ദൈവത്തിൻ്റെ ഇഷ്ടം നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്തവരുടെ ഭോഷത്വം മിണ്ടാതാക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നിങ്ങളുടെ മൗനം ഒരു സെമിത്തേരിലെ പോലെ തോന്നുന്നുണ്ട്. ഒരല്ലേലൂയ പറഞ്ഞേ. ദൈവമക്കളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം നന്മ ചെയ്യുക. വിവരിക്കുന്നില്ല.
യാക്കോബ് 4:17. നമ്മുടെ മനസ്സിലെ പാപങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ലിസ്റ്റിൽപ്പെട്ട കുറേ പാപങ്ങൾ അറിയാം. പക്ഷേ തിരുവെഴുത്ത് പറയുന്നു, നന്മ ചെയ്യാൻ നിനക്കറിയാം, അറിയാമായിട്ടും നീ ചെയ്യാതിരിക്കുന്നെങ്കിൽ അത് പാപമാണ്. പ്രൈസ് ദി ലോർഡ്. നന്മ ചെയ്യാൻ അറിയാമായിട്ടും നന്മ ചെയ്യാൻ അവസരം കിട്ടിയിട്ടും നാം നന്മ ചെയ്യാതിരിക്കുന്നെങ്കിൽ ദൈവസന്നിധിയിൽ അത് പാപമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? നന്മ ചെയ്യുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായിരിക്കാൻ. കൊർന്നല്യോസിനോട് ദൈവം പറയാണ്, കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥനയും നിന്റെ ദാനധർമ്മങ്ങളും എല്ലാം എൻ്റെ സന്നിധിയിലെത്തി. ഒരു സ്തോത്രം പറയണം. ഇവിടെ നമ്മളതൊന്നും അറിയുന്നില്ലെങ്കിലും അതെല്ലാം ദൈവസന്നിധി എത്തുന്നുണ്ട്. നാം ചെയ്യുന്നത് ഇടങ്കൈ ചെയ്ത വലങ്കൈ അറിഞ്ഞില്ലെങ്കിലും വിഷമിക്കണ്ട. പക്ഷെ അതെല്ലാം അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. കാരണം അവൻ ചെവിചായി ചിറങ്ങി വരുന്നവനാണ്. അവൻ തൃക്കരം നീട്ടി അനുഗ്രഹിക്കുന്നവനാണ്. അവൻ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ആരായിത്തീരണം? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ്. ദൈവ ഇഷ്ടത്തിൽ 1 നന്മ ചെയ്യുന്നവരായി മാറുക, 2 പാപം വിട്ടൊഴിയുക, 3 കഷ്ടം അനുഭവിക്കുക, 4 ശുദ്ധീകരണം പ്രാപിക്കുക. തീർന്നില്ല. 1 പത്രോസ് 4:19 വായിച്ചേ വേഗത്തിൽ. അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിൻ്റെ കരങ്ങളിൽ പരമേൽപ്പിക്കണം. പ്രാണനെ ദൈവത്തിൻ്റെ കയ്യിൽ പരമേൽപ്പിക്കണം. കഷ്ടത അനുഭവിക്കുമ്പോൾ, സ്തോത്രം പറഞ്ഞില്ല എല്ലാവരും? കഷ്ടതകൾ ദൈവമക്കൾ അനുഭവിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് പ്രാണനെ എന്ത് ചെയ്യണം? വിശ്വസ്തനായ സൃഷ്ടാവിൻ്റെ കരങ്ങളിൽ പരമേൽപ്പിക്കണം. നിന്റെ പ്രാണൻ ദൈവത്തിൻ്റെ പാണ്ഡത്തിൽ കെട്ടപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം അറിയാതെ നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഏതെങ്കിലും ഒരു രോഗാണുവിനോ ഏതെങ്കിലും ഒരു മാരക രോഗത്തിനോ നിന്റെ പ്രാണനെ തൊടാൻ കഴിയത്തില്ല. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാവിലെ നമ്മുടെ പ്രാണൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് സമർപ്പിക്കപ്പെടേണ്ടത്. ഹല്ലേലൂയ. തീർന്നില്ല. തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു 15 കൂട്ടം കാര്യങ്ങൾ ദൈവ ഇഷ്ടത്തെക്കുറിച്ച് പറയുകയാണ്. 15 കൂട്ടം കാര്യം. 12-ാമത്തെ വാക്യം. ദൈവദാസന്മാരെ ആദരിക്കണം, സ്നേഹത്തോടെ ഇടപെടണം. 1, 2 തമ്മിൽ ദൈവമക്കൾ ആരായിരിക്കണം? സമാധാനമായിരിക്കണം. 3 ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം. മനസ്സിന് കരുത്തില്ലാത്തവരെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ തീരുമാനിക്കുകയും ഞാനൊരു പാപവും ചെയ്യത്തില്ല, അന്ന് വൈകിട്ട് പോയി പിന്നെ എന്ത് ചെയ്യും? പാപം ചെയ്യും. അവർക്ക് എന്തോ ഇല്ല, ഉൾക്കരുത്തില്ല. അങ്ങനെയുള്ളവരെ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തി പറയണം. പിന്നെയും പാപം ചെയ്യാനല്ല ധൈര്യപ്പെടുത്തേണ്ടത്, പാപത്തിൽ നിന്ന് വേറിട്ടിരിക്കാൻ നമ്മൾ അവരെ ധൈര്യപ്പെടുത്തണം. അടുത്ത വാക്യം. ബലഹീനരായ വിശ്വാസികളെ താങ്ങണം. എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കണം. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ. തമ്മിൽ എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെ കുറിച്ചുള്ള
ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ നീണ്ട പട്ടിക കിടക്കുകയാണ്. 15 കൂട്ടം കാര്യം എന്ന് പറയാണ്. ഇതാണ് ദൈവത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ഇഷ്ടം. എന്താണ് ദൈവ ഇഷ്ടം? റോമർ 12:2 നമുക്കാണ് അതറിയാം. ദൈവ ഇഷ്ടം എന്താണ്? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവത്തിന്റെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഒരല്ലേലൂയ പറയണം. ഞാൻ വരുന്ന പുസ്തക ചുരുളുകളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന പിതാവേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ഏറ്റവും പ്രിയപ്പെടുന്നു. യോഹന്നാൻ 7:17 നമുക്ക് വളരെ സുപരിചിതമായ വാക്യമാണ്. യോഹന്നാൻ 7:17 അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്നറിയും. ദൈവവചനത്തിലൂടെയാണ് ദൈവ ഇഷ്ടം തിരിച്ചറിയേണ്ടത്. യേശു പറയുകയാണ്, ദൈവ ഇഷ്ടം തിരിച്ചറിയണമെങ്കിൽ ഞാൻ ഈ പറയുന്ന വചനങ്ങൾ ദൈവത്തിൽ നിന്നുള്ളതോ എന്ന് സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്ന് നമ്മൾ അറിയും. ദൈവ ഇഷ്ടത്തിൻ്റെ പ്രത്യേകത ഭേദാഭേദങ്ങളെ വിവേചിക്കും. റോമർ 2:18 തോന്നുന്നു. ഭേദാഭേദങ്ങളെ വിവേചിക്കും. ദൈവവചനത്തിൻ്റെ പ്രത്യേകത 2:18 റോമർ 2:18 ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കുകയാൽ അവന്റെ ഇഷ്ടമറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചത് കൊണ്ട്. ശ്രദ്ധിച്ച പ്രിയമുള്ളവരെ, ന്യായപ്രമാണത്തിൽ നിന്ന് വേണം, വചനത്തിൽ നിന്ന് വേണം, ദൈവത്തിൽ നിന്ന് വേണം ദൈവേഷ്ടം തിരിച്ചറിയാൻ. ദൈവേഷ്ടം തിരിച്ചറിയുന്നവൻ ഭേദാഭേദങ്ങളെ വിവേചിക്കണം. എല്ലാത്തിനും കയറി മറുപടി പറയല്ലേ, എല്ലാത്തിനും കയറി കൈ കൊടുക്കരുത്, എല്ലാവരോടും കയറി ഇടപെടരുത്, എല്ലാം വിവേചിക്കണം. ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ ചെയ്യാൻ പോകുന്നത് ദൈവ ഇഷ്ടമാണോ അല്ലയോ എന്ന് നാം നമ്മെ വചനത്തിലൂടെ വിവേചിക്കണം. യേശു പറയാണ്, നിങ്ങൾ കേട്ട എൻ്റെ വചനങ്ങൾ ദൈവത്തിൽ നിന്നുള്ളതോ എന്ന് നിങ്ങളെ പരിശോധിക്കണം. ഞാൻ വേഗം നിർത്തട്ടെ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 6-ാമത്തെ വാക്യം. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് പോലെ, ദൃഷ്ടിസേവകളാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവത്തിന്റെ ഇഷ്ടം മനസ്സോടെ ചെയ്തും. മനുഷ്യരെ അല്ല, കർത്താവിനെ തന്നെ പ്രസാദിപ്പിക്കണം. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ദൃഷ്ടി സേവകളാലല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി ദൈവ ഇഷ്ടം ചെയ്യുവാൻ നമ്മെ ഇന്ന് പകൽക്കാലം സമർപ്പിക്കപ്പെടേണ്ട പകലാണ്. 2 കൊരിന്ത്യർ ലേഖനം 9:7-8 കൂടെ ഒന്ന് വായിച്ചേ. ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്തെങ്കിലും കൊടുത്താൽ, ഒരു സ്തോത്രമാണ് കൊടുക്കുന്നതെങ്കിൽ അത് സന്തോഷത്തോടെ കൊടുക്കണം. നമ്മുടെ വീടുകളിൽ പ്ലാസ്റ്റിക് കൂടെ എടുക്കാൻ വരുന്ന 2 സഹോദരിമാരുണ്ട്. ഒരു കാർഡൊക്കെ തന്നേക്ക് 50 രൂപ അവർക്ക് മാസം കൊടുക്കണം. അപ്പം ഇന്നലെ അവർ വീട്ടിൽ വരുന്ന ദിവസമായിരുന്നു. അപ്പം ഞാനും അവിടെ ഉണ്ടായിരുന്നു. 50 രൂപ കൊടുത്തപ്പോൾ 3 10 രൂപ നോട്ട് അവർ തിരിച്ചു തന്നു.
അവർ പറഞ്ഞു ഇത് ബാങ്കിൽ പോലും എടുക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സ്വോത്ര കാഴ്ച പൈസയാണ്. അന്നേരം പറഞ്ഞു ഞങ്ങൾ സ്വോത്ര കാഴ്ച ഇടുന്നവരാ, പക്ഷേ ഇത്ര ഇടാറില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇന്നലെ നോട്ട് ശ്രദ്ധിച്ചു. ഞാനതങ്ങനെ എണ്ണാനൊന്നും പോകാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഇന്നലെ അത് ശ്രദ്ധിച്ച്. സ്തോത്രം. മത്തിക്കച്ചവടക്കാരൻ പോലും എടുക്കാത്തതാണ് നമ്മൾ ദൈവത്തിന് കൊണ്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ മുഖം വാടരുത്. ദൈവത്തിന് കൊടുക്കുന്നെങ്കിൽ നീ കൊടുക്കുന്നത് 1 രൂപയാകട്ടെ, 10 രൂപയാകട്ടെ, 1000 ആകട്ടെ, അത് സന്തോഷത്തോടെ കൊടുക്കണം. ആ വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. ആ അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ. ഒരല്ലിയ പറഞ്ഞേ, ദൈവത്തിന് എന്തെങ്കിലും നീ ചെയ്യുന്നെങ്കിൽ അത് സങ്കടത്തോടെ ചെയ്യരുത്, സന്തോഷത്തോടെ ചെയ്യണം. ഒരല്ലിയ പറഞ്ഞേ. ഇന്ന് രാവിലെ ആരാധനയ്ക്ക് വന്നെങ്കിൽ സന്തോഷത്തോടെ വരണം. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ സന്തോഷത്തോടെ പ്രാർത്ഥിക്കണം. ആത്മാവിൽ ആരാധിക്കുന്നെങ്കിൽ സന്തോഷത്തോടെ ആരാധിക്കണം. ദൈവത്തിന് നീ കൊടുക്കുന്നതെല്ലാം മനസ്സോടെ കൊടുക്കുന്നതായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ആരാധനയിലും പ്രാർത്ഥനയിലും ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നവരോട് ദൈവം പറയുന്നു, ഞാൻ ഈ ലോകത്തിൽ വന്നത് എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുവാനത്രേ. എന്നെക്കുറിച്ച് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഇതാ ഞാൻ വരുന്നു പിതാവേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ. ഞാൻ ഏറ്റവും പ്രിയപ്പെടുന്നു. പത്രോസ് പറഞ്ഞു അതരുത്. യേശു പറഞ്ഞു നീ പിശാചിൻ്റെ കാര്യം ചിന്തിക്കുന്നു. ഞാൻ വന്നത് നീ പറഞ്ഞ പോലെ പിശാചിന് ഇഷ്ടം ചെയ്യാനല്ല, അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യാനാന്ന് പറഞ്ഞ് പത്രോസിനെ യേശു ശാസിച്ചെങ്കിൽ, ആരെങ്കിലും വിലക്കുമ്പോൾ ദൈവ ഇഷ്ടം നീ തള്ളിക്കളയാതെ ദൈവ ഇഷ്ടം എന്തെന്ന് വിവേചിച്ചറിഞ്ഞ് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ എത്ര പേര് രാവിലെ കാലം തയ്യാറാകും? ദൈവമേ, എനിക്ക് ലഭിക്കുന്ന ചെറിയ ആയുസ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ച് കഷ്ടങ്ങൾ അനുഭവിച്ച് പാപം വിട്ടൊഴിഞ്ഞ് നന്മ ചെയ്ത് ഹല്ലേലൂയ മനസ്സ് പുതുക്കി ദൈവ ഇഷ്ടം ചെയ്യുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് ഇന്ന് രാവിലെ എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഹല്ലേലൂയ. ക്ഷണഭംഗുരമായ ലോകത്തിൽ അല്പസമയത്തേക്ക് ഇവിടെ ജീവിക്കാൻ നമ്മളെ അനുവദിച്ചിരിക്കുമ്പോൾ നന്മ ചെയ്തുകൊണ്ട് ദൈവ ഇഷ്ടം ചെയ്തുകൊണ്ട് നമ്മൾ പാടുമല്ലോ, പണ്ടൊക്കെ പാടുമായിരുന്നു, നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നു ഓ നന്മയും എൻ മാനം പുതുക്കി മാറിടുന്നേ നിത്യം, എൻ മാനം പുതുക്കി നിന്ദ്യമാണെനിക്ക് ലോകലാവണ്യം. ഓ നിന്ദ്യം ആമേൻ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിത ഓ നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നു ഞാനറിയുവാൻ എൻ മാനം പുതുക്കി മാറിടുന്നു നിത്യം, എൻ മാനം പുതുക്കി മാറിടുന്നു നിത്യം. നിന്ദ്യമാണെനിക്ക് ലോകലാവണ്യം, ഓ നിന്ദ്യമാണെനിക്ക് ലോകലാവണ്യം. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ ഓ വന്നിടുന്നേ ഞാൻ മോദമാ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ മോദമാ.
പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടമോ വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം ദൈവ ഇഷ്ടത്തിനായി ഒരിക്കലൂടെ നമ്മെ സമർപ്പിക്കാം. മുൾക്കിരീടധാരിയായി രക്തം വാർന്നൊഴുകി ക്രൂശുമായി വീണുമെഴുന്നേറ്റും പോകുമ്പോൾ യെരൂശലേം പുത്രിമാർ സിമ്പതി കൊണ്ട് യേശുവിന് സംഭവിച്ച ആ ദയനീയമായ അവസ്ഥകൾ കണ്ട് സിമ്പതി കൊണ്ട് പുറകെ വന്ന് കരഞ്ഞു. ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ പുറകോട്ട് നോക്കി പറഞ്ഞു, എന്നെ ചൊല്ലിക്കരയണ്ട, എന്നെ ചൊല്ലിക്കരയണ്ട, ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നിങ്ങൾ കരയണം, അത് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരഞ്ഞോണം. ഓ ഹല്ലേലൂയ. ദൈവ ഇഷ്ടം നിറവേറുന്നത് കാണുമ്പോൾ ഒരുപക്ഷെ പലർക്കും സിമ്പതി കൊണ്ട് കരഞ്ഞേക്കാം. പക്ഷേ യേശു പറഞ്ഞു, ഇത് ദൈവത്തിന് ഇഷ്ടമാണ്. ഞാൻ ക്രൂശ് ചുമക്കണമെന്നുള്ളത്, ഞാൻ കാൽവറിയിൽ പരമയാഗമാകണം എന്നുള്ളത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇഷ്ടത്തെ നോക്കി കരയണ്ട. ഒരു നിമിഷം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അല്പസമയത്തേക്ക് നാം കഷ്ടതയിലൂടെ, ശോധനയിലൂടെ, നിന്ദയിലൂടെ, അപമാനത്തിലൂടെ, ഒറ്റപ്പെടുത്തലിലൂടെ കടന്നു പോകേണ്ട സാഹചര്യം വന്നാൽ അതിൻ്റെ പിൻപിൽ ഒരു ദൈവ ഇഷ്ടമുണ്ടെന്ന് തിരിച്ചറിയുവാൻ, ഹല്ലേലൂയ, ആ രോഗം ദൈവ ഇഷ്ടമായിരുന്നു, ആ കഷ്ടത ദൈവ ഇഷ്ടമായിരുന്നു, ആ അപമാനം ദൈവ ഇഷ്ടമായിരുന്നു, ആ ഒറ്റപ്പെടുത്തൽ, ആ വെറുപ്പ്, ആ അപവാദം അത് ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു. ഓ ഹല്ലേലൂയ. ദൈവ ഇഷ്ടത്തെ ചോദ്യം ചെയ്യുവാൻ, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിപ്പാൻ നമുക്കാർക്കും അനുവാദമില്ലാത്തത് കൊണ്ട് ഇന്ന് രാവിലെ ദൈവ ഇഷ്ടത്തിനായി നമ്മെ തന്നെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. നല്ല കർത്താവേ, തിരുവിഷ്ടമെന്തോ, ഞങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതമെന്തോ അത് ദൈവത്താൽ വരുന്നുവെന്നറിഞ്ഞ് സന്തോഷത്തോടെ കൈക്കൊള്ളുവാൻ, സ്വീകരിപ്പാൻ, ആ ക്രൂശ് ചുമക്കുവാനൊക്കെയുള്ള വലിയ ദൈവകൃപ അങ്ങയുടെ ജനത്തിൻ്റെ മേൽ പകരണമേ. ഈ ദിവസങ്ങൾ ഒന്നുകൂടെ ഞങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അത് ചെയ്യുന്നവരായി തീരുവാൻ, ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയുവാൻ കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുമല്ലോ.